KPSTA പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത അനുവദിക്കുന്നതിൽ കാണിച്ച വഞ്ചനാപരമായ നിലപാട് തുറന്നുകാട്ടിയാണ് പ്രതിഷേധ ജ്വാല നടത്തിയത്. കുടിശ്ശികയുള്ള 21% ക്ഷാമബത്തയിൽ 2% അനുവദിച്ചത്. 39 മാസത്തെ കുടിശ്ശികയും നിഷേധിച്ചിരിക്കുകയാണ്. ഈ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത്. പൊന്നാനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വഞ്ചനയ്ക്കെതിരെ KPSTA പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്. 8 വർഷം ഈ ഗവൺമെന്റ് പിന്നിടുമ്പോൾ 80 കൊല്ലത്തെ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ഗവൺമെന്റിന്റെ പോക്ക്. നമുക്കറിയാം, കൃത്യമായി പുതിയ ഒരു ഗവൺമെന്റ് പുതുതായ ഗവൺമെന്റ് അധികാരമേൽക്കുന്ന സമയത്ത് പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ള രീതിയിലാണ് ജീവനക്കാരനും സാധാരണക്കാരനും ഒക്കെ കാണുന്നത്. എന്നാൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ, പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് നിലവിലുള്ള നമുക്ക് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നടക്കുന്നത്. 21% DA 2024 ജൂൺ മാസം കിട്ടാനിരിക്കുമ്പോൾ അതിൽ കേവലം 2% DA തന്നുകൊണ്ടാണ് ജീവനക്കാരനോടുള്ള പ്രതിപത്തി, കപട പ്രതിപത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 19% DA കിട്ടാനാണ് കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും. ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം AKM അബ്ദുൽ ഫൈസൽ സമര സന്ദേശം നൽകി. ഉപജില്ലാ സെക്രട്ടറി KS സുമേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M പ്രജിത് കുമാർ, ദീപു ജോൺ, P ശ്രീദേവി, ഷീജ സുരേഷ്, TV നൂറുൽ അമീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് CP അബ്ദുൽ ഹമീദ്, KM ജയനാരായണൻ, K ജിഷ, U ഖാദർകുട്ടി, V പ്രദീപ് കുമാർ, G വർഗീസ്, ബൈജു, അഫീഫ്, P ഹസൻ കോയ, ഹെൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. PG TV ന്യൂസ് പൊന്നാനി.